ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് നമ്മുടെ അഫാന്റെ അമ്മ ഓൾറെഡി ഒരു മൊഴി സമ്മതിച്ചിട്ടുണ്ട്. അതായത് അഫാനാണ് അമ്മയെ ഉപദ്രവിച്ചതെന്നുള്ള കാര്യത്തിൽ. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം ഈ മക്കളെ കൊലപാതകികളും വ്യഭിചാരികളും അല്ലെങ്കിൽ കള്ളന്മാരും ആക്കുന്ന കുറെ മാതാപിതാക്കളെ കുറിച്ച് ആണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. അപ്പൊ അതിനു മുമ്പ് നമുക്കൊരു ന്യൂസ് കേട്ടു നോക്കാം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ നിർണായക മൊഴി. തന്നെ ആക്രമിച്ചത് അഫാൻ തന്നെയെന്ന് മാതാവ് ഷെമി. ഉമ്മ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാണ് പിന്നിൽ നിന്ന് ഷാൾ കൊണ്ട് കഴുത്തു ഞെരിച്ചത്. ബോധം വന്നപ്പോൾ പോലീസുകാർ ജനൽ തകർക്കുന്നതാണ് കണ്ടതെന്നും ഷെമിയുടെ മൊഴി. അപ്പൊ അമ്മ ഫൈനലി പറഞ്ഞു എന്നെ ഉപദ്രവിച്ചത് ഈ മോനാണെന്ന്. അപ്പൊ ഇതിനു മുമ്പ് ഈ അമ്മ എന്നെ പറഞ്ഞുകൊണ്ടിരുന്നറിയോ, ഞാൻ കട്ടിലേന്ന് വീണതാന്ന്. ചോറ് കഴിക്കുന്ന ഏതൊരാൾക്കാർക്കും അല്ല, ഈ എല്ലാവരും പൊട്ടന്മാരൊന്നും അല്ലല്ലോ. അപ്പൊ ഈ മോനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നുള്ള ഈ ആഗ്രഹമായിരുന്നു ഈ അമ്മയ്ക്ക്. മോനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, എന്റെ മോനെ രക്ഷപ്പെട്ട് കാണണം എന്നുള്ളത്. അപ്പം ഇത് ഈ അഫാന്റെ അമ്മയുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കുറ്റകൃത്യങ്ങൾക്കും ഈ അമ്മമാര് വലിയൊരു പ്രശ്നമാണ്. അവരുടെ അന്ധമായിട്ടുള്ള ഒരു സ്നേഹം എന്ന് വെച്ചാൽ ഈ പല അമ്മമാർക്കും ഉണ്ടല്ലോ, ഈ മക്കളെ തിരുത്താൻ അറിയത്തില്ല. പ്രത്യേകിച്ച് ആ മക്കളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ തിരുത്താൻ അറിയത്തില്ല. 10 വയസ്സ് തൊട്ട് തന്നെ പെൺപിള്ളേരുടെ കാര്യത്തിലേക്ക് തുടങ്ങും. നിങ്ങളത് ചെയ്യാൻ പാടില്ല, നിങ്ങളിത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ വൈകിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ ഇത്ര സമയത്തിനുള്ളിൽ കയറി വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ അമ്മമാര് 10 വയസ്സ് തൊട്ട് പെണ്ണുങ്ങളുടെ തലയിൽ ഓതി അവരെ അങ്ങനെ ആക്കും. അപ്പൊ അതായത് ഈ സ്ത്രീകൾക്ക് പിറന്ന വീട് വേറൊരു വീട്ടിലേക്ക് പോകാനുള്ളതാണ്. അപ്പൊ അത് പിറന്ന വീട് അവരുടെ സ്വന്തമല്ല, വേറെ ഏതെങ്കിലും വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവർ പറയും നീ കയറി വന്നല്ലേ എന്ന് പറയും. അപ്പൊ പൊതുവെ പെണ്ണുങ്ങൾക്ക് അങ്ങനെ വലിയ റോളൊന്നുമില്ല. പക്ഷെ ഈ പെണ്ണുങ്ങൾ തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു ജനറേഷൻ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏതൊരു കേസ് എടുത്താലും ഈ അമ്മമാരുടെ അന്ധമായിട്ടുള്ള സ്നേഹം ഈ ആമക്കളുടെ പുറകിലുണ്ടാവും. അവർ ചെയ്യുന്ന ഇന്ന കാര്യം ശരിയാണ്, അല്ലെങ്കിൽ നീ ഇന്ന കാര്യം ചെയ്തത് തെറ്റായി പോയി എന്ന് പറയാൻ പല അമ്മമാർക്കും അവർക്ക് മടിയാണ്. കാരണം അവരുടെ പെമ്മക്കള് ചെയ്താൽ അത് അവർ പറയും കേട്ടോ. മോസ്റ്റ്ലി എല്ലാ പെമ്മക്കള് ചെയ്താൽ പറയും. പക്ഷെ ആമക്കള് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർ പറയില്ല. കാരണം അവരുടെ സ്നേഹം കുറഞ്ഞു പോയാലോ. അപ്പൊ ഈ തിരിവാണ് പല മക്കളെയും ഈ കൊലപാതകികളാക്കുന്നത്. മക്കളെ നേർവഴിക്ക് നയിക്കേണ്ടവരാണ് അമ്മമാര്. അവിടെ ഈ പാർഷ്വാലിറ്റി ഇല്ലാതെ നമ്മൾ പ്രവർത്തിക്കാൻ പഠിക്കണം. വിവേകം വേണം, വിവേകവും വിജ്ഞാനവും വേണം. അല്ലാതെ അന്ധമായിട്ടുള്ള സ്നേഹമല്ല മക്കൾക്ക് വേണ്ടത്. നമ്മുടെ നാട്ടില് ഈ പ്രസിദ്ധമായിട്ടുള്ള കേസുകൾ, വളരെ ഫേമസ് ആയിട്ടുള്ള ഈ ഡൗറി റിലേറ്റഡ് ആയിട്ടുള്ള ഡെത്ത്, അല്ലെങ്കിൽ ഈ വീട്ടില് ഗാർഹിക പീഡനം കൊണ്ട് മരിച്ച ഏതൊരു കേസ് എടുത്താലും ഈ കേസിലുള്ള എല്ലാ ആണുങ്ങളെയും ബ്ലൈൻഡ് ആയിട്ട് ഈ അമ്മമാരും അപ്പന്മാരും സപ്പോർട്ട് ചെയ്യും. ഒരൊറ്റ ഇതിൽ പോലും ഏതൊരു കേസ് എടുത്താലും എന്റെ മോൻ അത് ചെയ്തു എന്ന് ഒരിക്കലും പറയത്തില്ല. കാരണം മരുമക്കൾ കയറി വന്നല്ലേ, സ്വന്തം മക്കളോട് തന്നെ പെമ്മക്കളോട് പറയും നീ വേറൊരു വീട്ടിൽ പോകാനുള്ളതെന്ന് പറഞ്ഞാൽ കയറി വരുന്ന മരുമക്കളോട് ഇവരങ്ങനെ പെരുമാറിയില്ലെങ്കിൽ അതിശയിക്കാനുള്ളൂ. വിസ്മയുടെ കാര്യം എടുത്തേ. വിസ്മയുടെ അമ്മ കോടതി വരെ വിധിച്ചു ഇങ്ങനെ ഒരു കാര്യം ഉണ്ട്, അത് തെറ്റുകാരനാണെന്ന്. അവരുടെ മാതാപിതാക്കൾ, വിസ്മയുടെ ഭർത്താവിന്റെ മാതാപിതാക്കളാട്ടോ പറയുന്നത്, വിസ്മയുടെ അമ്മയല്ല, വിസ്മയുടെ ഭർത്താവിന്റെ മാതാപിതാക്കള്. അവരൊരിക്കലും പറയത്തില്ല എന്റെ മോൻ ഇന്ന തെറ്റ് ചെയ്യുന്നത്. എങ്കിൽ ഇത്രയും വലിയ തെറ്റിലേക്ക് പോണതിന് മുമ്പ് നീ അവളെ അടിക്കുന്നത് നീ അവളെ ഇടിക്കുന്നത് മോശമാണെന്ന് ഈ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. വേണ്ട, മകൻ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നു, മകൻ ഇഷ്ടമല്ലാതെ അതിനെ ഉപദ്രവിക്കുക. അത്യാവശ്യം ഒരു മിനിമം കോമൺ സെൻസ് എങ്കിലും ഈ അമ്മമാർക്ക് വേണം. ഈ പെണ്ണിന്റെ വീട്ടിൽ വിളിച്ച് പറയാം, എന്റെ മകന് നിങ്ങളുടെ മകളെ ഇങ്ങനെ ഉപദ്രവിക്കുകയാണ്, എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. എത്ര അമ്മമാര് ചെയ്യും നമ്മുടെ നാട്ടില്? ഏതെങ്കിലും അമ്മമാര് ചെയ്യോ? അതുപോലെ തന്നെ ഉത്തരവാദ കേസില് ആ പെണ്ണെ പാമ്പ് കടിപ്പിച്ച് കൊല്ലാൻ എല്ലാവിധ സപ്പോർട്ടും ചെയ്തുകൊണ്ടിരുന്ന അവന്റെ അമ്മയാണ്. അവന്റെ അമ്മ അന്നത്തെ മരിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ ഇവന്റെ അമ്മ എന്തൊരു ഷോയാ ഈ കൊച്ചിനെ എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ കാണിക്കുന്ന ഷോ കാണണം. അപ്പൊ ഞാൻ ആ വീഡിയോ കണ്ടതെന്ന് ഞാൻ ചിന്തിക്കുകയാണ്, ഇവര് ഈ പുത്രിയോട് എങ്ങനെയായിരിക്കും പെരുമാറിയിട്ടുണ്ടാവുന്നത് എന്നുള്ളൊരു കാര്യം. ഇത്ര അധികം മോശമായിട്ട്. അപ്പൊ ഈ മാതാപിതാക്കളാണ് ഈ ആൺമക്കളെ ഈ ലെവലിലേക്ക് എത്തിച്ചേരുന്നത്. ഏതൊരു ഗാർഹിക പീഡനത്തിൽ ഏതൊരു മരണം എടുത്താലും ഇത്തരത്തിലുള്ള കുറച്ച് അമ്മമാരുണ്ട്. മക്കളെ നേർവഴിക്ക് നയിക്കാൻ അറിയില്ലാത്ത കുറച്ച് അമ്മമാരിങ്ങനെ അന്ധമായിട്ട് ആമക്കളെ സ്നേഹിക്കും. ഇവന്മാര് കൊന്നാ എന്താ, ഇവന്മാര് മറ്റുള്ളവരെ റേപ്പ് ചെയ്താ എന്താ. അപ്പൊ ഇങ്ങനെയുള്ള ഇവന്മാര് നേരത്തെ വന്നില്ലെങ്കിലൊന്നും നമ്മുടെ നാട്ടിലെ മാതാപിതാക്കന്മാർക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. രാത്രി 12 മണിക്ക് 1 മണിക്ക് കുടിച്ച് ആടി വന്നാലും യാതൊരു കുഴപ്പമില്ല. ഇങ്ങനെ നേർവഴിക്ക് നയിക്കാൻ കൊള്ളൂല്ലാത്ത കുറെ അമ്മമാര് കാരണമാണ് ഈ മക്കൾ ഇങ്ങനെ ആവുന്നത്. നല്ല അടി കൊടുക്കേണ്ട സമയത്ത് നല്ല അടി കൊടുത്തിട്ട് നിയന്ത്രിക്കേണ്ട സമയത്ത് നിയന്ത്രിക്കാൻ പഠിക്കണം. മക്കളുടെ അമിതമായിട്ടുള്ള ആർഭാടത്തിന് ഈ കൂട്ടുനിൽക്കുകയല്ല വേണ്ടേ. ഒന്ന് തന്നെ ചിന്തിച്ചു നോക്കിയേ, ഈ അഫാന്റെ പിതാവ് അറിയാതെ തന്നെ ഇവർക്ക് 35 ലക്ഷം രൂപയുടെ കടമൊക്കെ, ഒരു സ്ത്രീക്ക് എങ്ങനെയാ വരുന്ന 35 ലക്ഷം രൂപയുടെ കടമൊക്കെ. അപ്പൊ ഉണ്ടല്ലോ, ഇത് നമ്മുടെ ഒരു കുടുംബജീവിതത്തിൽ നമ്മുടെ മക്കളെ നല്ല രീതിയിൽ നിയന്ത്രിച്ച് അവര് എന്താ പറയുന്ന വരവനുസരിച്ച് ചെലവാക്കാൻ പഠിക്കണം. ഈ സ്ത്രീയുടെ ഒരു കഴിവുകേട് മാത്രമാണ് ആ കുടുംബത്തിലെ അത്രയും പേര് മരിക്കാൻ ഇടയായത് ഈ സ്ത്രീയുടെ ഒരു കഴിവുകേടാണ്. അങ്ങനെ തന്നെയല്ലാതെ എങ്ങനെ പറയാന്. പിന്നെ
ആ പെൺകുട്ടി മരിക്കാൻ, ഫർഹാന മരിക്കാൻ ഇടയായത് അത് അവളുടെ വിവേകക്കുറവാണ്. കാരണം ശരിയാണ്, അവളുടെ മാല ഊരി കൊടുത്തു. പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാരൊക്കെ വിളിക്കുമ്പോൾ തന്നെ എന്ത് വിശ്വാസത്തിന്റെ പുറത്താണ് അവരുടെയൊക്കെ വീട്ടിലേക്ക് നമ്മൾ ചെല്ലുന്നത്? ശരിയാണ്, കാലം മാറി എന്നൊക്കെ നമുക്ക് ഇങ്ങനെ പറയാം. പക്ഷെ ഇങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് ചക്കയാണെങ്കിൽ ഇങ്ങനെ ഞൊളഞ്ഞു നോക്കാം, അത് പഴമാണോ അതോ നല്ലതാണോ എന്ന്. ഈ മനുഷ്യന്മാരെ നമ്മൾ എങ്ങനെ അറിയാനാ? അപ്പോൾ ആ പെങ്കൊച്ചും അത് അങ്ങനെ മരിച്ചുപോയി. അതിന് നമുക്ക് ഇനി വേറെ ഒന്നും പറയാനില്ല. കാരണം അതിന്റെ വിധി, അത് ഒരാളെ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്തു, അതുകൊണ്ട് ആ കൊച്ചു മരിച്ചുപോയി. അപ്പം മാതാപിതാക്കളെ, നിങ്ങളുടെ വീട്ടിലേക്കൊക്കെ കയറി വരുന്ന ഈ പെമ്മക്കളൊക്കെ അല്ലേ, നിങ്ങൾ ഈ ആമക്കളെ പ്രസവിച്ച് വളർത്തുന്ന പോലെ തന്നെ വളരെ ഭാരപ്പെട്ട് വളരെ കഷ്ടപ്പെട്ടാണ് ഈ പെമ്മക്കളെയും പ്രസവിച്ച് വളർത്തുന്നത്. നിങ്ങൾ ആമക്കളെ വളർത്തുന്നേക്കാളും ബുദ്ധിമുട്ടാണ് ഒരു പെങ്കൊച്ചിനെ വളർത്താന്നുള്ളത്. കാരണം ഈ പെങ്കൊച്ച് വളർന്നു കഴിഞ്ഞ് ഒരു 10 വയസ്സാകുമ്പോൾ അതിന്റെ പീരീഡ്സുമായി അതിന്റെ കാര്യങ്ങൾ നോക്കി അതിനെ പഠിപ്പിച്ച് അതിനെ ജോലി വാങ്ങി അതിനുള്ള കല്യാണം നടത്തി. പല നാട്ടിലും ഒരു സംസ്കാരമുണ്ട്, കല്യാണത്തിനുള്ള ചെലവ് പെണ്ണിന്റെ വീട്ടുകാർ കൊടുക്കണം. ഇപ്പൊ പിന്നെ പെൺപിള്ളേർക്ക് കുറച്ച് ബോധം വന്നുകൊണ്ട് അതിനെങ്കിലും ഒരു മാറ്റമുണ്ട്. അപ്പൊ പ്രിയപ്പെട്ട ആണുങ്ങളുടെ മാതാപിതാക്കളെ, നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ആമക്കളെ നേർവഴിക്ക് നടത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, വന്നു കയറുന്ന പെണ്ണിന്റെ ഉത്തരവാദിത്തമല്ല. നിങ്ങളുടെ ആമക്കളെ നേർവഴിക്ക് നടത്തിയിട്ട് നേർവഴിക്ക് നടന്നു എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു പെണ്ണ് കെട്ടിക്കുക, അല്ലെങ്കിൽ കെട്ടിക്കാതിരിക്കുക. ഈ കണ്ടവ കഷ്ടപ്പെട്ട് വളർത്തുന്ന പെണ്ണുങ്ങളുടെയൊക്കെ ഈ ജീവിതം കൊണ്ടൊന്നും നിങ്ങൾ തുലയ്ക്കാതിരിക്കുക. അപ്പൊ ഈ മക്കളെ, എൻ്റെ ആമക്കൾ ഇഷ്ടമുള്ള രീതിയിൽ വളർന്ന് വണ്ണുന്നോട്ടെ, അവരെന്ത് തെറ്റ് ചെയ്താലും എനിക്ക് ഒരു കുഴപ്പമില്ല, അതൊന്നും തെറ്റല്ല എന്ന് കരുതുന്ന മാതാപിതാക്കളെ നിങ്ങൾ ചിന്തിക്കുക. അവസാനം ഈ അഫാന്റെ അമ്മയുടെ വിധി വരരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.